അങ്ങനെ ബലഭദ്രസ്വാമി ചെന്നു. ഓടി വന്നു ദുര്യോധനൻ. പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. എന്താണാവോ ഗുരുനാഥൻ വന്നത് എന്ന് ചോദിച്ചു. ഞാനിപ്പോൾ വന്നത് നിൻ്റെ ഗുരുനാഥനായിട്ടല്ല, ഉഗ്രസേന മഹാരാജാവിൻ്റെ ദൂതനായിട്ടാണ്. നീ പിടിച്ചു കെട്ടിയിരിക്കുന്ന ആ സാമ്പനെയും ലക്ഷ്മണയെയും ഞങ്ങളുടെ കൂടെ വിടണം. അപ്പോഴേക്കും ഗുരുനിന്ദിയായി. ഞങ്ങളുടെ വംശത്തിൽ നിന്ന് ഒരു സ്ത്രീയെ നിങ്ങളുടെ കുലത്തിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോയപ്പോഴേക്കും യാദവന്മാർക്ക് അഹങ്കാരമായോ, ചെരുപ്പ് കയറി തലയിലിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു. കുന്തിദേവിയെ കല്യാണം കഴിച്ച കാര്യമാണ് പറയണേ. ബലഭദ്രന് ദേഷ്യം വന്നു. കലപ്പ ഹസ്തിനപുരിയിൽ അടിയിലേക്കിട്ടു. മറിച്ചിടാനങ്ങോട്ട് നോക്കി. ലംബമായിട്ട് നിന്നു ഹസ്തിനപുരം. ഇപ്പം എല്ലാവരും തലകുത്തി, എല്ലാവരുടെയും തലയിൽ ചെരുപ്പായി പറഞ്ഞതുപോലെ. ഭീഷ്മരെ, ദ്രോണരെ, ശല്യരെ, ഗുരുനാഥന്മാർ ഓടി വന്നു. ഈ വിഷവിത്തായിട്ടുള്ള തല തിരിഞ്ഞ ദുര്യോധനൻ പറഞ്ഞത് കേൾക്കരുത് ബലഭദ്ര എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ കലപ്പ പിൻവലിച്ചു. മുഴുവനായിട്ടും പിൻവലിച്ചില്ല. ഇപ്പോഴും ഹസ്തിനാപുരം ഗംഗാനദിയിലേക്ക് ചെരിഞ്ഞാണ് നിൽക്കുന്നത്. സൂചയിൽ രാമവിക്രമം. ഇങ്ങനെ ബലഭദ്രസ്വാമിയുടെ 3 ലീലകൾ പറഞ്ഞു. പിന്നീടാണ് ഭാവോഹി ഭവകാരണം. ആരെ വിചാരിച്ചോ അതായിട്ട് മാറും. 24 ഗുരുക്കന്മാരിലെ 24ാമത്തെ ഗുരു വേട്ടാളൻ. യാ അന്തേ സ്മൃതി സാ ഗതി. ആരെ ധ്യാനിച്ചോ അതായിട്ട് മാറും എന്ന് കാണിക്കുന്നു പൗണ്ഡ്രക വാസുദേവൻ്റെ കഥ. ചെറുപ്പത്തിലെ പൗണ്ഡ്രക വാസുദേവൻ എന്നൊരു രാജാവ് മഹാശുദ്ധൻ. ഇപ്പം അർദ്ധരാത്രിയാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയുള്ളൂ. കൂട്ടുകാരൻ കാശിരാജാവാ. ഈ മറ്റുള്ളവനെ പിരികേറ്റാന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ രസമുള്ള കാര്യമല്ലേ. ചെറുപ്പത്തിലെ പറഞ്ഞു, എടോ താനാണ് ഒറിജിനൽ വാസുദേവ കൃഷ്ണൻ. അപ്പോൾ ദ്വാരകയിലുള്ളതോ അത് ഡ്യൂപ്ലിക്കേറ്റാ. അപ്പോൾ എന്താ വേണ്ടത്? ആ കൃഷ്ണനെ പോലെ ആവണം. നീല ചായം മേത്തുമെടുത്ത് പൂശി, പീതാംബരം ധരിച്ചു, കൃത്രിമമായിട്ട് 2 കൈ പിടിച്ചു, ശംഖ് ചക്ര ഗദാപത്മങ്ങൾ സംഘടിപ്പിച്ചു, ഇരുമ്പ് കൊണ്ട് ശംഖും ചക്രവും ഗദയുണ്ടാക്കി, കൗമോദകി എന്നും സുദർശനം എന്നും ലേബൽ ചെയ്തു, പൂക്കാരനോട് താമരപ്പൂവ് മേടിച്ചു, കൗസ്തുഭം എന്നുള്ള രത്നം എടുത്ത് കഴുത്തിൽ കെട്ടി. വേഷം കൃത്രിമമാസ്ഥിതം. ഗുരുവായൂരപ്പൻ എങ്ങനെ ഇരിക്കുന്നുണ്ടോ ആ വേഷം മുഴുവൻ. ആചാര്യന്മാർ തമാശയായിട്ട് പറയാറുണ്ട്, നെഞ്ചത്ത് ശ്രീവത്സം എന്ന് പറഞ്ഞൊരു മരുകുണ്ട്, ഭൃഗുമഹർഷിയുടെ പാദത്തിൻ്റെ മുദ്രയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. കാശിരാജ പറഞ്ഞു, താൻ കണ്ണടച്ച് നിന്നാൽ മതി, ബാക്കി കാര്യം ഞാനേ ഏറ്റുവെന്ന്. ഭൃഗുമഹർഷിയുടെ പോലത്തെ കാലിൻ്റെ ഒരു അച്ചുണ്ടാക്കിയിട്ട് അടുപ്പിൽ വെച്ചുകൊണ്ട് ചുട്ട് പഴിപ്പിച്ച റെഡ് ഹോട്ടാക്കി കണ്ണടച്ച് നിൽക്കുന്ന പൗണ്ഡ്രക വാസുദേവൻ്റെ നെഞ്ചത്തങ്ങോട്ട് വെച്ചു. ദോശ ഉണ്ടാക്കണ പോലെ ശബ്ദം. അപ്പോഴും പറഞ്ഞു കൃഷ്ണോഹം കൃഷ്ണോഹം കൃഷ്ണോഹം. എന്ത് ചെയ്യുമ്പോഴും കൃഷ്ണോഹം 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 കൃഷ്ണോഹം. ഞാൻ കൃഷ്ണനാണ്, ഞാൻ കൃഷ്ണനാണ്. എന്നിട്ട് ഭഗവാന് ഒരു എഴുത്തെഴുതി അയച്ചു, ദ്വാരകയിലെ ഡ്യൂപ്ലിക്കേറ്റ് വാസുദേവ കൃഷ്ണൻ അറിയാൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആയുധം വച്ച് കീഴടങ്ങണം എന്ന്. ഭഗവാൻ ഈ ലെറ്റർ കണ്ടപ്പോൾ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ആ കാരുഷദേശത്ത് ചെന്നപ്പോൾ ഭഗവാൻ അത്ഭുതമായി, അതിലേറെ ബഹുമാനായി. എന്തെങ്കിലും ഒരു വ്യത്യാസം വേണ്ടേ? താൻ കണ്ണാടി നോക്കണത് പോലെ അതുപോലെ ഒരു വ്യത്യാസവും ഇല്ല. താനായി തീരാൻ ഈ പാവം എത്ര പാടുപെട്ടു. ഇവനെ അനുഗ്രഹിക്കുക തന്നെ എന്ന് വിചാരിച്ചു ഭഗവാൻ. വാസുദേവ, എൻ്റെ കയ്യിൽ ആകെ ഒരു ആയുധമേ ഉള്ളൂ, അത് ദാ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് സുദർശനക്രം കൂടെ അയച്ചു കൊടുത്തു. സുദർശനക്രം കഴുത്തങ്ങോട്ട് മുറിച്ചു. പൗണ്ഡ്രക വാസുദേവനിൽ നിന്ന് ഒരു ജ്യോതി ഭഗവാനിൽ വന്നങ്ങോട്ട് ലയിച്ചു. ഭാവോഹി ഭവകാരണം യാ അന്തേ സ്മൃതി സാഗതി. ഭരതൻ എന്ന യോഗീശ്വരൻ, ഭരതൻ എന്ന രാജാവ് എന്താ ആദ്യം പറഞ്ഞേ? മാൻകുട്ടി 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 എന്ന് വിചാരിച്ച് മാൻകുട്ടിയായി തീർന്നു. പൗണ്ഡ്രക വാസുദേവൻ കൃഷ്ണോഹം 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 എന്ന് ജപിച്ച് കൃഷ്ണനിൽ ലയിച്ചു. ഇതാണ് ഭഗവാൻ ഏകാശസ്കന്ധത്തിൽ പറയും. ഇന്ന് വൈകുന്നേരം കാണാം. വിഷയാൻ ധ്യായതശ്ചിത്തം വിഷയേഷു വിഷജ്ജതേ. വിഷയങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവൻ വിഷയത്തിൽ മുങ്ങിക്കിടക്കുകയുള്ളൂ. മാമനുസ്മരത ചിത്തം മയ്യേവ പ്രവിലീയതേ. എന്നെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്നിൽ വന്ന് ലയിക്കണു. ഭരതൻ മാൻകുട്ടിയായി, പൗണ്ഡ്രക വാസുദേവൻ കൃഷ്ണനിൽ വന്ന് ലയിച്ചു എന്നർത്ഥം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീനാരദ മഹർഷിക്കൊരു മോഹം. 16,108 പത്നിമാരുമായിട്ട് ഈ വിദ്വാൻ എങ്ങനെയാണ് ഗാർഹസ്ഥ്യം അനുഷ്ഠിക്കണേന്ന് കൗതുകം അനുസരിച്ചെന്നു നോക്കി. ആദ്യം രുക്മിണിയുടെ കൊട്ടാരത്തിൽ വന്ന് രുക്മിണിയായിട്ട് ചൂത് കളിച്ചുകൊണ്ടിരിക്കുക. ആ നാരദ മഹർഷിയെ വരൂ വരൂ, കാല് കഴുകിച്ച് സ്വീകരിച്ചിരുത്തി. എന്തൊക്കെയാ വർത്താനം? ഒന്നുമില്ല, വെറുതെ ഇതേ പോയപ്പോൾ വന്നതാ. ഭഗവാന് മനസ്സിലായി തന്നെ പരീക്ഷിക്കാൻ വന്നതാന്ന്. സത്യഭാമയുടെ കൊട്ടാരത്തിൽ ചെന്നു. സത്യഭാമയുടെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ കുട്ടികളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. ആ നാരദ മഹർഷിയെ എത്ര കാലമായി കണ്ടിട്ട്? വരൂ, സ്വീകരിച്ചിരുത്തി. 5 മിനിറ്റ് മുമ്പ് കണ്ടേ ഉള്ളൂ.
പിന്നെ സത്യയുടെ കൊട്ടാരത്തിലെത്തി. അപ്പോൾ ഭഗവാൻ ചില ശാസ്ത്രങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ നാരദ മഹർഷിയെ, വല്ലപ്പോഴൊക്കെ ഈ വഴിക്ക് വരണ്ടേ? എത്ര കാലമായി കണ്ടിട്ട്, എന്നെയൊക്കെ മറന്നോ? 5 മിനിറ്റ് മുമ്പ് കണ്ടതാ 2 ദിക്കിൽ. ഇങ്ങനെ 16,108 കൊട്ടാരങ്ങളിൽ 16,108 കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭഗവാനെ കണ്ടു. ഒരു കൊട്ടാരത്തിൽ നിന്നപ്പോൾ ഭഗവാൻ എണ്ണ തേച്ച് കുളിക്കാനുള്ള പുറപ്പാട്. വേറൊരു കൊട്ടാരത്തിൽ നിന്നപ്പോൾ ഭഗവാൻ അശ്വാഭ്യാസം നടത്തുന്നു. വേറൊരു കൊട്ടാരത്തിൽ നിന്നപ്പോൾ ബ്രാഹ്മണർക്ക് ദാനങ്ങൾ ചെയ്യണു. വേറൊരു കൊട്ടാരത്തിൽ നിന്നപ്പോൾ ഭഗവാൻ ജലക്രീഡ നടത്തുന്നു. വേറൊരു കൊട്ടാരത്തിൽ നിന്നപ്പോൾ ഉദ്ധവനുമായിട്ട് രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്യണു. ഇങ്ങനെ വിവിധ ധർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ത്രിലോകി ഗൃഹസ്ഥനായ ഭഗവാനെ കണ്ടപ്പോൾ നാരദ മഹർഷിയുടെ കണ്ണിൽ നിന്ന് കുടുകുടാന്ന് അശ്രുബിന്ദുക്കൾ വന്നു. ഈ ഭഗവാനെയല്ലേ താൻ പരീക്ഷിക്കാൻ ശ്രമിച്ചത്? സാഷ്ടാംഗങ്ങൾ നമസ്കരിച്ചു. അനുജാനീഹി മാം ദേവ, അവിടുത്തെ മാഹാത്മ്യം അറിയാതെ അവിടുത്തെ പരീക്ഷിക്കാനായിട്ട് അടിയൻ ശ്രമിച്ചു, ക്ഷമിക്കണേ ക്ഷമിക്കണേ. തോളത്ത് തട്ടിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു, നെവർ മൈൻഡ് മൈ ബായ് എന്ന്. ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്ത തദനുമോദിത. ധർമ്മസ്യ വക്താഹം, ധർമ്മം എന്താണെന്ന് ഞാൻ പറയണു. നമുക്കൊക്കെ ഈ പറച്ചിലേ ഉള്ളൂ, പ്രവൃത്തിയില്ല. കർത്ത, ഞാനത് കാണിച്ചു തരണു. എങ്ങനെയാണ് ധർമ്മം അനുഷ്ഠിക്കേണ്ടത് ഞാൻ പറയുക മാത്രമല്ല, പ്രവർത്തിക്കണു. അത് അനുസരിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കണു. ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്ത തദനുമോദിത. ധർമ്മത്തിൻ്റെ വക്താവും കർത്താവും അനുഗ്രഹകർത്താവുമാണ് ഞാൻ. നാരദ മഹർഷി തൊഴുത് പഠിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, അവിടുത്തെ തൃപ്പാദങ്ങളിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാവണം, ഇത് മാത്രമേ അടിയന് പ്രാർത്ഥനയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നാരദമോഹനം എന്ന ലീല. പിന്നീട് ഭഗവാന്റെ ദിനചര്യകളെക്കുറിച്ച് പറയണു. പിന്നീടാണ് ആ രാജസൂയ യാഗത്തിലേക്കുള്ള പുറപ്പാട്.